കുറേ പടങ്ങൾ ചെയ്തതിൽ ഒരു പടം എൻ്റെ മനസ്സിൽ എന്നും തങ്ങുന്ന ഒരു പടമായിരിക്കും ഈ നരിവേട്ട എന്ന ഫിലിം. ഉറപ്പായും അതിൽ യാതൊരു സംശയമില്ല. മേ ബി ഞാൻ ഈ പടം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഞാൻ അനുരാജിനടുത്തും സ്ക്രിപ്റ്റ് റൈറ്ററും പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ചെറിയ അവാർഡ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പടമാണ്. ഞാൻ എല്ലാവർക്കും ഇന്ന് 100 പടം ചെയ്താലും ഇപ്പോൾ ചെയ്യുന്ന പടത്തിന് ഞാൻ ആദ്യത്തെ പടമായിട്ടാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ ഒരു രീതിയിലാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല. കാരണം എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുള്ളൂ. എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വാണ്ട് നത്തിങ്. ഐ വാണ്ട് ടു ലേൺ ഫ്രം സിനിമ. ആരും സിനിമ ഫുള്ളായിട്ട് പഠിച്ച ഇൻഡസ്ട്രിയിൽ ആരും തന്നെ ഇല്ല. ഇന്ന് വേറെ ഏത് ടെക്നീഷ്യൻ എടുത്ത് ചോദിച്ചാലും എല്ലാവരും പറയും ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒരു ഇത് കിട്ടി, ഇൻസ്ട്രക്ഷൻസ് കിട്ടി, ഇങ്ങനെ ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെ വേണം. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അതിൽ എന്താണ് നമുക്ക് ബെസ്റ്റ് കൊടുക്കാം. വി ഡോണ്ട് ഗിവ് ദ എക്സാക്ട് തിങ് ബട്ട് വിൽ ഗിവ് സംതിങ് മോർ എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അത് ഉറപ്പായിട്ടും ഈ പടത്തിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ കണ്ട റെഫറൻസിൻ്റെ വേറൊരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എക്സാക്റ്റ് അല്ല അത്. എന്നാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാം, അതായത് പബ്ലിക്കിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൾമോസ്റ്റ് നമ്മളെ ADs-ഒക്കെ എൻ്റെ അടുത്ത് ഒരു ദിവസം വന്ന് പറഞ്ഞു, ബാബ നിങ്ങൾ ഇട്ട സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഞാൻ ഇന്നും വർക്ക് ചെയ്യുന്നത് ആസ് എ AD അല്ലെങ്കിൽ ആസ് എ അസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഐ എം നോട്ട് വർക്കിംഗ് ആസ് ആർട്ട് ഡയറക്ടർ. അത് ഇന്നും അത് തന്നെ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനി എത്ര എനിക്ക് പടം കിട്ടിയാലും അത് തന്നെ ചെയ്യും. അപ്പോൾ അവർ പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞ് ബാബ വളരെ നന്നായിരുന്നതിന് ഒരു സെറ്റ്, അത് ഭയങ്കര റിയലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ള. അപ്പോൾ അത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറയുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. മീൻസ് അത് ഇനി അവാർഡ് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അത് തന്നെ വലിയൊരു അവാർഡായിട്ടുണ്ട്. കാരണം ഇതിൽ മെയിൻ പാർട്ടുണ്ട്. ഞാൻ എന്തൊക്കെ സെറ്റ് വർക്ക് ചെയ്താലും ഒരു ഡയറക്ടറും ഒരു DOP-യും ആണ് അതിൻ്റെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ദ ഫ്രെയിം എന്ത് വരും എന്നുള്ളത് നമുക്കറിയണം. ഒരു സെറ്റ് ഇടുന്നതിന് മുമ്പ് എന്താണ് ഫ്രെയിം എന്നുള്ളത് ആദ്യം അറിയാം. അതിന് ശേഷമാണ് സെറ്റ് ഇട്ടാൽ ആ ഫ്രെയിമിൽ ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. ഞാൻ എപ്പോഴും തന്നെ ക്യാമറയുടെ പിന്നിൽ തന്നെ ഉണ്ടാവും. അതായത് ഒന്നിക്ക് മോണിറ്ററിൻ്റെ മുമ്പിലുണ്ടാവും, അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിലുണ്ടാവും. കാരണം ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വർക്കിനെ. അതുകൊണ്ട് എൻ്റെ വർക്കെല്ലാം നന്നായിട്ട് വരുന്നുണ്ടെന്ന് തന്നെ വിചാരം. ബാക്കി എൻ്റെ വർക്കിനെ കുറിച്ച് പറയണമെങ്കിൽ അനുരാജ് സാർ തന്നെ പറയണം അതിൻ്റെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് നമ്മൾ ഒത്തിരി പ്രസ് മീറ്റുകളുണ്ട്. ഇങ്ങനെ ഒരു ആർട്ട് ഡയറക്ടറെ കൊണ്ട് ഇരുത്തി പ്രസ് മീറ്റ് നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ടാണ്. ഇതിൽ ബാവക്കയുടെ എന്ന് വെച്ചാൽ നമ്മൾ റക്കി പരിപാടികളുണ്ടല്ലോ, ഈ ലൊക്കേഷൻ നമ്മൾ മനസ്സിലുള്ള ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യണമല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഒരു വണ്ടി പോകുന്ന ലൊക്കേഷനിലായിരിക്കില്ല പലപ്പോഴും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇറങ്ങി നടക്കാറാണ് പതിവ്. അപ്പം ബാവക്ക ആണ് എൻ്റെ പുറകിൽ, നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സൊക്കെ പുറകിൽ ദൂരെയാണ്. അപ്പോൾ കിലോമീറ്റേഴ്സ് നമ്മൾ ഒരുമിച്ച് നടക്കും. അപ്പോൾ കടുവ, പുലി, അങ്ങനെ സകല സങ്കേതങ്ങളുള്ള കാടുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പുറകിൽ നമ്മൾ ഓർമ്മയുണ്ട് ഒരു വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഏതാണ്ട് ഒരു 50-60 പന്നി കൂട്ടം ക്രോസ് ചെയ്ത് ജസ്റ്റ് ക്രോസ് ചെയ്ത് പോയി. അപ്പോൾ അവർക്ക് പറയുന്ന അലവത് കൊണ്ടാണ് പുള്ളിക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് വരും. നമ്മൾ ഭ്രാന്തമായി ഇങ്ങനെ അലഞ്ഞു പോവാണ്. അപ്പോൾ പന്നി കുത്തി മരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അന്ന് ബാവക്കയുടെ ഒരു ഇടപെടലൊക്കെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ ഓർക്കുക. നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുകയും പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ മുത്തങ്ങ സമരം അല്ല എന്നല്ല നമ്മൾ പറഞ്ഞു. മുത്തങ്ങ സമരം ചേർന്നാണ് ഈ സിനിമ. മുത്തങ്ങ സമരത്തെ നമ്മൾ ഗണ്ണിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ആ സമയത്ത് വർക്ക് ചെയ്ത മാധ്യമപ്രവർത്തകർ മുത്തങ്ങ സമരത്തിൽ അന്ന് നിങ്ങൾ കണ്ട കാഴ്ചയെ പറ്റി ഇപ്പോൾ പറയാം. അത് ഇവിടെ എത്ര പേർക്ക് അറിയാം പുതിയ മാധ്യമങ്ങൾ? ഇത് നടക്കുമ്പോൾ ഈ മുത്തങ്ങ സമരം നടക്കുന്ന സമയത്ത് എനിക്കും അനുരാജനൊക്കെ 13-14 വയസ്സാണ് പ്രായം. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും സ്കൂളിൽ പഠിക്കുകയോ അങ്ങനെയുള്ള സമയത്തായിരിക്കും ഉണ്ടായിരുന്നുണ്ടാവുക. ഇവിടെ ഇരിക്കുന്ന പലരും ആ സമയത്ത് ജനിച്ചിട്ട് പോലും ഇല്ല. 2003 ശേഷം ജനിച്ചവരോട് ഇല്ലേ? കണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവക്കാമോ? കണ്ടോ? 2003 ശേഷം ജനിച്ചവരുണ്ട്. അപ്പോൾ അവിടെ അന്ന് കൃത്യമായിട്ട് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാളിൽ നിന്ന് എന്താണ് അവിടെ സംഭവിച്ചത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്ന, നമ്മൾ ഇപ്പോൾ വാർത്തയിലും പത്രത്തിലും കണ്ടതിനപ്പുറത്ത് അതിനകത്ത് അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അറിയേണ്ടത്. അപ്പോൾ ഹൈദർഖാനെ പോലെ അവിടെ ആ സമയത്ത് പ്രസന്റ് ആയിട്ടുള്ള തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അങ്ങനെ എക്സ്പീരിയൻസ് എന്തെങ്കിലും അറിയണം. ഞങ്ങൾ ഇതിനെ പറ്റിയിട്ട് പറയുന്നതിനേക്കാൾ, ഞങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തീർച്ചയായിട്ടും കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.
എന്തെങ്കിലും ആ സമയത്ത് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ കണ്ട കാര്യങ്ങളോ വല്ലതും പറയാമോ? അല്ല, അവിടെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ചെല്ലുന്നത്. നമ്മൾ ആദ്യം ചെല്ലുന്നില്ല, ആദ്യം ചെന്ന അടുത്ത ബ്യൂറോയിൽ നിന്നാണ് പോകുന്നത്, പിന്നീടാണ് നമ്മളൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ 2 പേരെല്ലാം മരിച്ചു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മുത്തങ്ങ സമരത്തിൽ ഇന്ന് വരുന്ന വാർത്തയിൽ 2 പേർ, ഒരു പോലീസുകാരനും ഒരു ആദിവാസിയും മരിച്ചുവെന്ന് അത് വിശ്വസിക്കാത്ത ഒരു വ്യക്തിയാണ് ഒരു മാധ്യമപ്രവർത്തകൻ. ഞാൻ ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം അത്രമാത്രം വലിയ വേട്ട നടന്ന സംഭവമാണ്. ഈ പേര് പോലെ തന്നെ അത്രമാത്രം വേട്ടയാടിയപ്പെട്ട ആദിവാസികളാണ്. ആദിവാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമം വലുതായിരുന്നു. അതിനുശേഷം വലിയ സമരം, ഈ പറഞ്ഞ പോലെ 6ാം സമരത്തിന് ഞങ്ങൾ പോയതാണ്. അവിടെയും റബ്ബറിന്റെ മുകളിൽ നിന്ന് മണ്ണെണ്ണ ഒഴിക്കുന്ന പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് അതും റിപ്പോർട്ട് ചെയ്യാൻ പോയൊരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോഴും പറയും, നിങ്ങൾ ഇത് നീതിപൂർവമാണ് ഈ സിനിമ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം സമ്പാദിക്കാൻ പോകുന്ന സിനിമ ഇതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്ക്. ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു വിശ്വാസമാണ്, 2 പേരല്ല അവിടെ മരിച്ചതെന്ന് ഞാൻ എവിടെയും ഏത് ചർച്ചയ്ക്കും വന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. ഇനി സിനിമ കണ്ടതിന് ശേഷം എനിക്ക് പറയാൻ പറ്റും പല കാര്യങ്ങളും. സിനിമയ്ക്ക് മുമ്പ് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ അത് കഴിഞ്ഞിട്ടാണ്. അതെ, ഇവിടുന്ന് പോയ നമ്മുടെ ഒരു ക്യാമറ ഉണ്ട്, റിപ്പോർട്ടറിലുള്ള പ്രദീപ് ഇവിടെ ഉണ്ട്. പ്രദീപ് വന്ന് കാസർഗോഡാണ് ഇന്ത്യ വിഷമുള്ളത്. പ്രദീപ് ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രദീപ് കാസർഗോഡ് നിന്ന് മുത്തങ്ങയിലേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവിടെ ഉണ്ടായ ക്യാമറ ഇപ്പോൾ റിപ്പോർട്ട് റിവ്യൂലുള്ള അന്ന് ഇന്ത്യ വിഷനിലായിരുന്നു. അന്ന് കാസർഗോഡ് ബ്യൂറോയിലായിരുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവിടെ മുത്തങ്ങയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയി. എന്നിലും മുമ്പെത്തിയ ഒരു ക്യാമറ ആണ്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പേര്, എനിക്ക് ഇവിടെ ഉള്ള മെയിൻ ചാനലിലെ ക്യാമറമാൻ എത്ര പേരുണ്ടെന്ന് അറിയാമല്ലോ അവിടെ പോയത്. ഞാൻ കണ്ട കാഴ്ചകൾ എന്നെ വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. ആ വേദനിപ്പിക്കുന്ന കാഴ്ചയിൽ നിരപരാധിയായ ആദിവാസികളും അതിൽ നിരപരാധിയായ പോലീസുകാരും ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. അത് കണ്ണു നനച്ച കാഴ്ചകൾ ഇഷ്ടം പോലെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയിൽ ഇത്ര യാത്ര ചെയ്യുന്നത്. ഈ സിനിമ എനിക്ക് കാണാനുള്ളൊരു എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് എത്രയും പെട്ടെന്ന് 23-ാം തീയതി വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 16-ാം തീയതി വരെ അന്ന് എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തിട്ടിരിക്കണം. ഒന്ന് കണ്ടാൽ പോലെ സിനിമ 2ഓ 3ഓ പ്രാവശ്യം കണ്ടാലേ എനിക്ക് സിനിമ ഉള്ളിലേക്ക് കയറുമെന്ന് വിശ്വസിക്കുന്നതാണ്. കാരണം എനിക്കറിയാവുന്ന കുറേ വേദനകളുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നു, അതിങ്ങനെ ഒരു പ്രോഗ്രാം ഒരു അമ്മ പറഞ്ഞ എൻ്റെ കണ്ണു നനച്ചാൽ, എൻ്റെ മകന് കയറിക്കിടക്കാൻ ഒരു ഭൂമി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സമരത്ത് പോയെന്ന് പറഞ്ഞു. എൻ്റെ മോന് കിടക്കും, അതുകൊണ്ട് ഞാൻ പോയി. അമ്മയെന്നതിലേക്ക് ഞാൻ പോയി. അങ്ങനെ എത്ര ആദിവാസികളെ കണ്ടാണെന്ന് ഞാൻ. അതുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നിങ്ങൾ അതിൽ നീതി പുലർത്തിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റർ നീതി പുലർത്തി, ഡയറക്ടർ അഭിനയിച്ചൊരു നീതി പുലർത്തിയിട്ടുണ്ട്. ഈ സിനിമ നമ്പർ 1 സിനിമയായിട്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറക്കെ പറയുകയാണ്. നമ്മൾ എന്ത് കഥ പറയുമ്പോഴാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനെ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഒരു സിനിമ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ സിനിമകളിലും അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടാവണം എന്ന് നമുക്ക് വാശി പിടിക്കാനൊന്നുമില്ല. ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ടിസ്റ്റ് എങ്ങനെയാണ് അതിനെ കൺസീവ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ സാരോപദേശം കൂടിയേ തീരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഒരിക്കലും കുത്തിക്കയറ്റാൻ പറ്റില്ല. അയച്ചു കഴിഞ്ഞാൽ അത് മുഴച്ചിരിക്കും. ചില സിനിമകൾ എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കും അതിൻ്റെ പർപ്പസ്. അതിനകത്ത് നമുക്ക് അതിൽ നിന്ന് ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നതൊക്കെ ഉണ്ടാവാം, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടൊരു മീഡിയം ആയതുകൊണ്ട്. പക്ഷേ ഈ സിനിമയിൽ നമ്മൾ കഥ പറയാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് കാരണം കൊണ്ട് അത് പരമാവധി നീതിപൂർണ്ണമായിട്ട് പറയണം എന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചിട്ടുമുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ കുറച്ചുകൂടെ നിങ്ങളിലൊക്കെ കൂടുതൽ തറച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ പിന്നെ ഇത് പത്രങ്ങളിലും കണ്ട വാർത്തകളുണ്ട്, ഇതുമായിട്ട് പല സംഭവങ്ങളുണ്ടാവും. അത് എഡിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഈ സിനിമയെക്കുറിച്ച് വലിയൊരു ഐഡിയ ആയിരിക്കും മനസ്സിലുണ്ടാകുന്നത്. അല്ലേ, ഈ കഥ കേട്ടിട്ടുണ്ട്, എഡിറ്റിംഗ് ഫുൾ ഫുട്ടേജ് അവിടെ എത്തുന്നു, ഇതിൽ നിന്ന് ഏത് കളഞ്ഞാലായിരിക്കും ഏത് ചേർത്താലായിരിക്കും ഒരു വല്ലാത്തൊരു ടെൻഷൻ താങ്കൾക്ക് ഉണ്ടായി കാണുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമാണ് അനുരാജ് കാണാൻ വരുന്നത്. ഇതിൽ ലാസ്റ്റ് ഒരു ടെയിലെൻഡിൽ വരുന്ന കുറച്ച് ഭാഗങ്ങൾ ഞാൻ എഡിറ്റിൽ കുറച്ച് ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ 1-2 സീൻസ് ഇങ്ങനെ മാറി. ഞാൻ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അനുരാജ് കാണാൻ പോയി. ഞാൻ ഇരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഇവൻ കണ്ടിട്ട് വന്ന് തറക്കി തിരിച്ചു മാറ്റും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് ഞാൻ അടിയിലിരിക്കുന്നു. അതേപോലെ തന്നെ ഇവനും അവനെന്തെങ്കിലും മാറ്റിയിട്ടുണ്ടായിരിക്കും, ഞാനത് തിരിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ഇവൻ പോകും. ഇവൻ പടം കണ്ട് തിരിച്ചിറങ്ങി വന്നിട്ട് ഒന്നും സംസാരിക്കാതെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ വിചാരിച്ച് പണി മാറി. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ കണ്ണൊക്കെ നടന്നു. സോ അതായിരുന്നു ഈ പടം. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടായിരുന്ന സമയത്ത് അവൻ്റെ ഇപ്പോൾ റിയാക്ഷൻ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് പേര് പടം കണ്ടു. പടം കണ്ട ആൾക്കാരുടെയൊക്കെ ഒരു
പോയിന്റ് ഉണ്ട് ഇതിൽ. ആ ഏരിയയൊക്കെ എത്തുമ്പോൾ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വർക്ക് ചെയ്ത സമയത്ത്. ഡിഗ്രിയുടെ അപ്പോൾ എന്ന് പറഞ്ഞാൽ നെപ്പോളിയൻ്റെ ഒരു കോട്ടുണ്ട്. ഇപ്പം നരിവേളിലേക്ക് വരുമ്പം ട്രൂ ഇവൻറ്റും ഫിക്ഷനോടെ ബ്ലെൻഡ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നത്. പക്ഷേ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സിയിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് താങ്കൾക്കാണ്. പക്ഷെ അവിടെ ടോവിനോ എന്ന് പറയുന്ന ഒരു നടൻ ഈ ചോദ്യങ്ങൾ കേൾക്കേണ്ടി അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഇപ്പം ടോവിനോ തന്നെ അഭിനയിച്ച ഇപ്പം എമ്പുരാനിലാണെങ്കിൽ കൂടി നമുക്കത് കാണാൻ സാധിച്ചു. അപ്പം അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ് ഡയറക്ടർ? അല്ല, ഇത് നമ്മൾ 23 റിലീസ് ചെയ്യുന്ന ദിവസം തീരുമാനിക്കുന്ന കാര്യമല്ലല്ലോ ഈ സിനിമ. നമ്മളിപ്പോൾ കഴിഞ്ഞ 4 വർഷമായി ഈ സിനിമ തിരക്കഥയാവുന്ന കാലം മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ടൊവിയുണ്ട്. ഇതിൽ മോസ്റ്റ് ഓഫ് ടെക്നീഷ്യൻസും ഉണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഷമീർ ശരിക്കും ഈ സിനിമയുടെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. മറ്റ് ചില സാങ്കേതിക കാരണങ്ങൾ മാറിയതാണ്. അപ്പോൾ ഒരാളെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സിനിമ ചെയ്യുന്നതിന് അതിന് വാലിഡിറ്റി ഇല്ല ആക്ച്വലി. ഇപ്പം നിങ്ങളുടെ ചിന്തയിൽ ഓടുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഈ സിനിമ കൊണ്ട് ഇവിടെ ഏത് ഓഡിയൻസിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റും, അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്ത് എലമെൻറ്റ്സ് ഈ സിനിമയിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സിനിമ ഒരു പ്രൊഡ്യൂസർ, ഇപ്പം ഇന്ത്യൻ സിനിമ കമ്പനി എന്നുള്ള പുതിയൊരു സിനിമ കമ്പനിയുടെ ഭാഗമായിട്ടാണ് സിനിമ മുന്നോട്ട് വരുന്നത്. ഷിയാസ് ടിപ്പു രണ്ട് പേരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായ ഇതൊരു കമ്മോഡിറ്റിയാണ്, ഒരു വിൽപ്പന ചരക്കാണ്. അപ്പോൾ അതിന് വിറ്റ് പോകണം, അതിന് അവർക്ക് പൈസ തിരിച്ചു കിട്ടണം എന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം ഓടുക. പിന്നെ വിവാദങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഏത് സിനിമയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂ വിരിയുന്നതും ചന്ദ്രൻ അസ്തമിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും മാത്രം നമുക്ക് കാണിച്ചാൽ പോലല്ലോ. അത് ആർജവത്തോടു കൂടി അതിനെ ടേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടെക്നീഷ്യനും ആർട്ടിസ്റ്റുമാണ് നമ്മളെല്ലാവരും എന്ന് അവർക്കെല്ലാം തന്നെ സ്വയം ബോധ്യമുള്ള ആർട്ടിസ്റ്റാണ്. നിങ്ങൾക്കും ബോധ്യമുള്ളതാണ് ടോവിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത വിഷയം. അപ്പോൾ അതിൽ ഞാൻ മാത്രമല്ല എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. എസ്പെഷ്യലി നിങ്ങളത് പറഞ്ഞ പോലെ സംവിധായകങ്ങൾക്ക് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ അതിനെ ആ രീതിയിൽ തന്നെ എടുക്കുന്നു എന്ന് പറയാം. സംവിധായകന്റെ ഭാര്യയാണ്, മാധ്യമപ്രവർത്തകയാണ്. ചോദ്യം ചോദിക്കാൻ പോകുന്നത് ഈ സിനിമ ഒന്ന് റിലീസായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിട്ടോളാം, അതുവരെ കുറച്ച് ദിവസം മിസ് ചെയ്യും. അല്ല, അതെ, അതെന്തായാലും വിടണം. എന്നാലും ഇപ്പോഴൊക്കെ വളരെ ചുരുക്കം മാത്രമേ കാണാറുള്ളൂ. ഈ ചർച്ചകൾക്കപ്പുറത്ത്, റെഫറൻസിനപ്പുറത്ത് ഈ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരു തിയേറ്റർ വാച്ച് സാധാരണ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുക? എനിക്കുള്ള ഒരു 3 കാര്യങ്ങളിൽ ഒന്ന് ഇതൊരു ടോവി ചിത്രം എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ വളരെ സിമ്പിളായി മുന്നോട്ട് വെക്കുന്നത് മറ്റ് 2 കാര്യങ്ങൾ? അല്ല, ഇതൊരു ആദ്യം തന്നെ നമുക്കെല്ലാം അറിയുന്നത് തന്നെ ഇതൊരു ടൊവിനോ സിനിമയാണ്. ടൊവിനെയാണ് നമ്മൾ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത് പിന്നെ നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ചോക്ലേറ്റിൻ്റെ കവർ, പിന്നെ അകത്ത് നല്ല ചോക്ലേറ്റ് ആണെങ്കിൽ പുറത്ത് നന്നായിട്ട് കവർ ചെയ്താൽ മാത്രമേ ഇത് മാർക്കറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. അപ്പം ഇതിൽ ഞാൻ ഈ പറഞ്ഞ 14-15 വർഷമായി ഞാൻ കുറച്ച് സിനിമകൾ അസോസിയേറ്റ് ചെയ്തും എങ്ങനെ നല്ല സിനിമ ചെയ്യാം, എങ്ങനെ മോശം സിനിമ ചെയ്യാം എന്നുള്ള ലേണിംഗ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ കോൺഫിഡൻസ് വെച്ചിട്ട് എല്ലാവർക്കും ഇപ്പം നേരത്തെ 2003 ജനിച്ച ഒരാൾക്ക് ഇപ്പോൾ കൗമാരക്കാരനായിട്ടുള്ള ഒരു യുവാവാണ് അയാൾ നമ്മുടെ ഇനീഷ്യൽ ഓഡിയൻസിനെ സ്വാധീനിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് കൂടി എൻ്റർടൈൻഡ് ആവുന്ന തരത്തിൽ ഉള്ള ഒരു സിനിമയാവണം. മാത്രമല്ല ഇതിൽ വാണിജ്യപരമായ മറ്റു താല്പര്യം, നേരത്തെ പറഞ്ഞു പ്രൊഡ്യൂസറിന് കാശ് കിട്ടണം. ഈ 3 താല്പര്യങ്ങളാണ് അതിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായും. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്, ടൊവിയും സുരാജേട്ടനും ചേർന്ന് സാറും ഇതിൽ അഭിനയിച്ച മുഴുവൻ ആൾക്കാരും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ അവരുടെ എഫേർട്ട് ആ സിനിമയിൽ കാണാനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്ത് മൊമെന്റ്സ്? ഹൈലി മൊമെന്റ്സ്. ഞങ്ങൾക്ക് മലയാളം മുകളിലായിരുന്നു, അത് ഭയങ്കര ഹൈ മൊമെന്റ് തന്നെ. അല്ല, അങ്ങനെയല്ല, പുള്ളി നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആളാണ്. പുള്ളിയുടെ സിനിമകൾ ഞാനും നിങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണ്. ഫോട്ടോഗ്രാഫ് മുതലാണ് പുള്ളിനെ നമ്മൾ കൂടുതലായിട്ട് അറിയാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ തമിഴ്നാട്ടിൽ പഠിച്ചതിനെ കൊണ്ട് ഞാൻ പുള്ളിയുടെ കുറേ സിനിമകൾ, പുള്ളി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളും പുള്ളി അഭിനയിച്ച സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഞങ്ങളതല്ലാതെ ഞങ്ങൾ സിനിമാ ചർച്ചകളും ഇതിനു മുമ്പ് ഒരു 2022-2023 സമയത്ത് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കാനായിട്ട് അവസരം കിട്ടുമ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ പുള്ളിയുടെ എനിക്ക് ഏറ്റവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ റിയൽ ലൈഫ് ഒരു പുള്ളിയുടെ ശരിക്കുള്ള ജീവിതകഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അച്ഛൻ ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു, അമ്മ ഒരു സ്കൂൾ ടീച്ചറും. അപ്പോൾ പുള്ളി പറയുന്നത് പുള്ളിക്ക് ആ സിനിമയോടുള്ള ആ ഒരു അഭിനിവേശം തുടങ്ങുന്നത് അച്ഛനിൽ നിന്നാണ്. അപ്പോൾ ഡൂറിയൻ ടാക്കീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയേറ്റർ ഓപ്പറേറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പുള്ളി ചെന്നൈയിൽ വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി. അവിടെ നിന്ന് പുള്ളി
സിനിമയിൽ അഭിനയിക്കുന്ന, സിനിമകൾ സംവിധാനം ചെയ്യുന്ന ഒരാളായിട്ട് തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തുണ്ടായിട്ടുള്ള പുള്ളിയുടെ വീട്ടുകാരുടെയൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ സിനിമ പാരഡൈസ് എന്നുള്ള സിനിമയാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അതുപോലെ പുള്ളി ഞങ്ങളങ്ങനെ കുറേ സിനിമാ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രിയമത മിന്നൽമോള എന്ന സോങ് ഇറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തങ്ങൾ വളരെ ട്രെൻഡിങ് ആണ്. അപ്പം എടുത്ത് നോക്കിയാൽ തന്നെ കേരളത്തിൽ ഒരു പ്രശ്നം തന്നെയാണ് പറയാം. അപ്പം സോഷ്യൽ മീഡിയയിൽ അത്രയും വൈറലാണ്, ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെ ഒക്കെ ആയാലും അത്രയും നന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്? ടോവിനോ എന്ന് പറയുമ്പോൾ നമുക്കൊരു റൊമാൻറ്റിക് ചോക്ലേറ്റ് ഹീറോ എന്ന ലെവലിലേക്ക് നമുക്ക് ആ സീൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ടോവിനോ എന്ന ആക്ടർ? ഞാൻ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ അത്രയധികം ഫോളോ ചെയ്ത വർക്ക് വൺ ഓഫ് ദി ആക്ടേഴ്സ് ടോവിനോ തന്നെയാണ്. ആൻഡ് എനിക്ക് വളരെയധികം ആരാധനയുള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് ആക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ആൻഡ് മിന്നൽ വള ഇത്രയും ഹിറ്റായതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇപ്പം എവിടെ പോയാലും ഞാൻ ഈ പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഏത് ക്യാബിൽ കയറിയാലും ഇപ്പോൾ ഈ പാട്ടാണ്. സോ അതെനിക്കൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആട്ടോ. സോ അത് വളരെയധികം ഹാപ്പിയാണ്. ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? ഇങ്ങനെ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഫസ്റ്റ് മൈൻഡിൽ വന്നത് എന്തായിരുന്നു? മൈൻഡിൽ വന്നത് ഇതിപ്പോൾ ഞാൻ ഈ പടത്തിൽ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് ആസ് എൻ ഓഡിയൻസ് ആണ് ഈ പടം കാണുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി തോന്നിയാൽ എന്തെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു പടത്തിൽ ഒരു ഭാഗമായാൽ നല്ലതായിരുന്നു എന്ന് തോന്നിയാണ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത്രയും അടിപൊളിയും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പടത്തിൽ ഞാനൊരു ഭാഗമാണ്. ആശയങ്ങളെല്ലാം വ്യത്യാസമായിരിക്കും. പക്ഷേ ഇവർ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആശയങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അവർ പോലീസുകാരാണ്, അവരുടെ ഉദ്യോഗസ്ഥർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളൊരു ലാത്തി ചാർജിന് പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആദിവാസി സമരം അടിച്ചുമർത്താൻ പോകുന്ന പോലീസുകാരാണെന്നുണ്ടെങ്കിൽ, ഒരു 100 പേര് പോയാൽ അതിലൊരു 60 പേർക്കും അറിയാമായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ല ശരി, അവരുടെ ഭാഗത്താണ് ശരി. പക്ഷേ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ നരിവേട്ടിൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇവൻറ്റ്സ്, ഈ ഒരു ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ആണോ, അതെയോ ഈ ആശയപരമായ വ്യത്യാസം ഉണ്ടെങ്കിലും ജോലി ആയതുകൊണ്ട് ചെയ്യേണ്ടി വരുന്ന ഒരു പോലീസുകാരൻ്റെ ഇമോഷൻസിനെയാണോ ഈ പണം ഹൈലൈറ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ നമുക്കൊക്കെ ഉള്ളൊരു പ്രിവിലേജ് ഇല്ലാത്ത ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള. ഇപ്പോൾ കൊറോണയുടെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസുകാരനെ ആലോചിച്ച് നോക്കും. നമുക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ കേരളത്തിലെ ചൂടിൽ നമുക്ക് ഏതെങ്കിലും തണലത്തേക്ക് കയറി നിൽക്കാനായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ യാത്രകൾ മുടങ്ങാതിരിക്കാൻ, നമ്മളെ ട്രാഫിക് മറ്റേ ബുദ്ധിമുട്ടിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും ആക്കൂലി വെയിലത്ത് നിന്നിട്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്കുള്ള അത്രയ്ക്കും ഓപ്ഷൻസ് ഇല്ല. ആ വെയിലത്ത് നിൽക്കുക എന്നുള്ളത് അവരുടെ ജോലിയുടെ ഭാഗമാണ്. അവർ നിൽക്കുന്നുണ്ട് രാവിലെ വൈകിട്ട് വരെ. ഒരു കൊറോണയുടെ സമയമാണെന്ന് വിചാരിക്കുക. കൊറോണയുടെ സമയത്ത് അവർക്ക് ചിലപ്പോൾ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഇപ്പോൾ കൊറോണ വരുമ്പോൾ പേടിച്ചിട്ട് വീട്ടിലിരുന്ന് കുറേ ആൾക്കാരില്ലേ, അങ്ങനെ പേടിച്ച പോലീസുകാരുണ്ടായിരിക്കില്ല. പക്ഷെ അവർക്ക് അതിൻ്റെ ഓപ്ഷനില്ല. അവർ അന്ന് പുറത്ത് നിന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതരായിട്ട് നമ്മൾ അകത്തിരിക്കുമ്പോൾ പോലും ഇവിടുത്തെ സിസ്റ്റം മൊത്തം റണ്ണായത്. അപ്പോൾ അതിൽ ഏറ്റവും പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് പോലീസ്, പട്ടാളം തുടങ്ങി. ആ സമയത്ത് അല്ലെങ്കിൽ നിരന്തരമായിട്ട് ഇങ്ങനെ ഈ ഗവൺമെൻറ്റിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ആളുകളുടെ ജീവിതം സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ വിഭാഗത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉദ്യോഗസ്ഥരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ അവർ പലപ്പോഴും അവർക്ക് അവരുടെ പേഴ്സണൽ ആശയങ്ങളെക്കാളും അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളെക്കാളും അവർക്ക് സമൂഹത്തിന് അല്ലെങ്കിൽ അവരോട് ഇത് ചെയ്യാൻ പറയുന്ന സിസ്റ്റത്തിന് ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൊടുക്കേണ്ടി വരുമായിരിക്കും. അങ്ങനൊരു കാര്യം നമ്മൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എൻ്റെ കഥാപാത്രം കടന്നു പോകുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരവും ആവുമായിരിക്കും. തമ്മിൽ ഈ ഒരു ചോദ്യമുണ്ട്, അതിനൊപ്പം പ്രണവിനോടുമുണ്ട്. സംവിധായകരോട് ഞാൻ അഭിമുഖത്തിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആളുകളെ തെറി പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമ എടുക്കുക, എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യാമെന്ന് അറിയില്ല. അതുകൊണ്ട് സൗഹാർദ്ദപരമായി സംസാരിക്കുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു. ഒപ്പം പറഞ്ഞത് നിങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിഭാഗം പലപ്പോഴും മലയാള സിനിമയുടെ ഭാഗമായി അധികം നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളുകളും കൂടിയാണ്. കൂടുതലും സിനിമ പോലെയുള്ള മേഖലയിലേക്ക് അധികം വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരു സമൂഹം കൂടിയാണ്. അപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽസ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തു. അല്ലെങ്കിൽ ഒരു ജോലി തീർത്ത് അതിൻ്റെ കാശ് വാങ്ങുക എന്നതിലപ്പുറം അത്രയധികം അതിൽ ഇൻപുട്ട് ഇട്ടു എന്ന് സംവിധായകനും തിരക്കഥാകൃത്തും എന്നോട് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും കമ്പയർ ചെയ്ത് ചോദിക്കുകയാണ് നിങ്ങളോട് ഒപ്പം പ്രണവിനോടും.
ആക്ച്വലി ഇത് അനുരാജേട്ടൻ തന്നെയാണ് എനിക്ക് മറുപടി പറയുന്നത്. കാരണം അത് തന്നെയായിരിക്കും ബെസ്റ്റ്. ഇതിലൊരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ഇത് സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ ഈ സിനിമ എക്സിക്യൂട്ടീവ് സ്ക്രിപ്റ്റ് വായിക്കുന്ന ഓരോ സീനിലും വായിക്കുന്ന നമുക്ക് അതിൻ്റെ എക്സിക്യൂഷൻ ലെവൽ ഏത് തരത്തിൽ ട്രിക്ക് ചെയ്യാമെന്ന് നമുക്ക് ഉള്ളിലുണ്ട്. അത് ബോധപൂർവമായി നമ്മളതിൽ ഒരു ഭയങ്കര എഫേർട്ട് നടത്തില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം നമ്മൾ ചെയ്ത ഒരു 3 മാസം മുൻപേ വയനാട്ടിൽ പോയി നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നമ്മൾക്ക് വേണ്ട തരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടെത്തുകയും ഗ്രൂം ചെയ്യുകയും അവർക്ക് വേണ്ട സംവിധാനങ്ങൾ, ഇപ്പം ബേസിക് നീഡ്സ്, ഇപ്പോൾ സിനിമയിൽ പലപ്പോഴും ഇല്ലാത്ത തരത്തിലുള്ള ബേസിക് നീഡ്സ്, ഇപ്പം നമ്മൾ ടോയ്ലറ്റ് സൗകര്യം, ഇപ്പം നമുക്ക് സാധാരണ ലൊക്കേഷൻ വലിയ ക്രൗഡ് വരുന്ന ലൊക്കേഷനൊന്നും ഉണ്ടാവാറില്ല. ബേസിക് നീഡ്സാണ് പറയുന്നത്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 15 ടോയ്ലറ്റ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ലീഡ്, ഇപ്പോൾ ടോയി അടക്കം ഏറ്റവും താഴെ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് വരെയുള്ള ആൾക്കാരെ നമ്മൾ എങ്ങനെ കംഫർട്ട് ലെവലിൽ കൊണ്ടുപോകാം എന്ന ശ്രമം ഈ സിനിമയ്ക്ക് ആത്യന്തികമായി ഉണ്ടായിരുന്നു. അത് എൻ്റെ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിനായിരുന്നു അതിൽ പൂർണ്ണമായും തീരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതാപേട്ടൻ, സക്കീർക്ക, അങ്ങനെ അരുൺ, പ്രണവ്, അങ്ങനെ ഒരുപാട് പേര് ഇതിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തത് നമ്മുടെക്കൊപ്പം ഒരുപക്ഷെ നമ്മൾക്കാൾ മുന്നേ കൂടി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തത് അതിൽ ടേക്ക് പാർട്ട് ആയത് ഒരു കംഫർട്ട് സ്പേസ് നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ ഈ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് കാര്യമില്ല. ഇപ്പം ബേസിക്കലി സ്ക്രീനിൽ വരുന്ന സാധനം ഇൻപുട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമയിൽ. തിയേറ്ററിൽ അതാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആർട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചിലപ്പം ശരിക്കും നമ്മൾ സ്ട്രെസ്സിൻ്റെ പടുകുഴിയിലായിരിക്കും സംവിധായകൻ ചിലപ്പോൾ ഉണ്ടാവുക. എന്നാൽ പോലും അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ഈ മറ്റ് സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എങ്ങനെ നല്ലതുണ്ടാക്കാം, എങ്ങനെ ചീത്തയായിട്ടുണ്ടാക്കാം എന്ന പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉള്ളിലുള്ളതായിരിക്കാം. നമ്മൾ വെറുതെ കിടന്ന് ബഹളം വയ്ക്കുകയോ വെറുതെ കിടന്ന് ഷോ ചെയ്യുകയോ ചെയ്താൽ അത് ആ സിനിമയുടെ ആ സമയത്തെ ഔട്ട്പുട്ടിനെ അത് ബാധിക്കുകയും ഒരു ദിവസം ഷൂട്ട് ചെയ്യണം, ചിലപ്പോൾ 5 ദിവസം ഷൂട്ട് ചെയ്താലും തീരില്ല. ഇപ്പം എനിക്ക് ഈഗോ വന്ന് വെറുതെ എന്തെങ്കിലും ഷൂട്ട് ചെയ്ത് ചിലപ്പോൾ ടോമിക്ക് അതിനേക്കാൾ ടോമിക്ക് ചിലപ്പോൾ അതിനേക്കാൾ റിയാക്ട് ചെയ്യേണ്ടി വരും. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇതൊരു ടീം വർക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ടീം വർക്കിൻ്റെ ഔട്ട്പുട്ടാണ് ഈ സിനിമ. സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും ഫോൺ വിളിച്ചോ നേരിട്ടിരിക്കുമ്പോഴോ ഒച്ച വയ്ക്കാം, ബഹളം വയ്ക്കാം. പക്ഷെ ഒരു സിനിമ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിന് ഒരു ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ഓഫീസിനകത്ത് ഒരു നേരം അങ്ങനെ ഷൗട്ട് ചെയ്യുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യില്ലോ. അതേപോലെ തന്നെ സിനിമാ സെറ്റും അത്രയും തന്നെ ഒരു സീക്രട്ട് ആയിട്ടുള്ള സ്ഥലവും അവിടെ കിടന്ന വഴക്കുകളെക്കാളും ഉണ്ടാവേണ്ടത്. അതായത് ഇത് ഭയങ്കര ഇത് അനുരാജ് പറയുമ്പോൾ എനിക്ക് അതിനെ വൗച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അനുരാജ് ഇങ്ങനെയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. പറഞ്ഞ സമയത്തിന് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഈ സിനിമയുടെ ഷൂട്ടും തീർന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇതും ശരിയായ ഒരു രീതിയാണ് വർക്ക് ചെയ്യാൻ എന്നുള്ളതാണ്. അത് പ്രണവിനോട് നേരത്തെ ചോദിക്കായിരുന്നു ചോദ്യം, മൈക്ക് കിട്ടി സീക്വൽ ചോദിക്കും. അപ്പോൾ എന്തോരം ചലഞ്ചിങ് ആയിരുന്നു? ചലഞ്ചിങ് എന്നതിനേക്കാൾ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഒരുപാട് സന്തോഷത്തോടുകൂടെ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. കാരണം ഭയങ്കര ക്ലോസ് ടു പാർട്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ എനിക്ക്. കാരണം ഞാൻ തമിഴിലാണ് കൂടുതലും സിനിമകൾ ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഇതിൻ്റെ 2ാമത്തെ മൂവി ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിൽ ആദ്യത്തെ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ക്രൂ തന്നെയാണ്. ടോയ് ചേട്ടൻ, സുരാജ് ചേട്ടൻ, ചേരൻ സാർ, പിന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടേതായ മേഖലകളിൽ എല്ലാവരും വളരെയധികം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. സോ നമുക്ക് അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷവും ഒരു ആത്മപ്രശംസയും അകത്ത് തോന്നുന്ന ഒരു നിമിഷമായിരുന്നു. പിന്നെ ഇതിലെ ക്യാരക്ടർ എങ്ങനെ പ്ലേ ചെയ്തു, അതിന് എത്രത്തോളം ചാലഞ്ചിങ് എനിക്കുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇതിൻ്റെ ക്രൂ തന്നെയായിരിക്കും ഇത് സ്ക്രീനിൽ ഇത്രയും ഭംഗിയായിട്ട് കൊണ്ടുവരാൻ കാരണമായിട്ടുണ്ടാവുക. കാരണം ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാവരും കൂടെ ചേർന്ന് ഇതെല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത് നമുക്ക് കിട്ടിയ ഒരു ബെസ്റ്റ് ഔട്ട്പുട്ടാണ് നിങ്ങളിപ്പോൾ ട്രെയിലറിലായി കണ്ടിട്ടുണ്ടാവുക. പിന്നെ നിങ്ങൾക്ക് 23-ാം തീയതി ഇതിൻ്റെ ഫുൾ സിനിമ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ ചെയ്യുന്ന വർക്കിനോട് നമ്മൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഔട്ട് നമുക്കിത് 23-ാം തീയതി കാണാൻ പറ്റും. പിന്നെ ചാലഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു. നിങ്ങൾക്കത് സിനിമ 23-ാം തീയതി ഇറങ്ങി കഴിയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, അതിൻ്റെ ഒരു ചരട് പൊട്ടിപ്പോകും. അതുപോലെ തന്നെ അത്രേ ഉള്ളൂ. അല്ല
അല്ല അത് ഞാനും അനുരാജും തമ്മിൽ 2014 സെവൻത്തിൽ ചെയ്യുന്ന സമയം മുതലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ ആ സമയത്തോട്ട് നമ്മളിങ്ങനെ കഥകൾ ഡിസ്കസ് ചെയ്യലും അങ്ങനത്തെ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ ഇഷ്ടം നമ്മൾ ചെയ്യാൻ എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനന്ന് ചെയ്യാനിരുന്നത് ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ ഡേറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെയാണ് അനുരാജിനോട് പറഞ്ഞത്, അനുരാജ് വെയിറ്റ് ചെയ്യണ്ട, ഒരുപാട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഐഡിയ നമ്മൾ സിനിമയാക്കാനായിട്ട് ആഗ്രഹിച്ചിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത് അത് സിമിലർ ഐഡിയാസ്, പ്രത്യേകിച്ച് ഇഷ്ടിലെ ഐഡിയ ഒക്കെ ഭയങ്കര യുണീക്ക് ഐഡിയ ആയിരുന്നു. അത് വേറെ വന്ന് ആ സിനിമ വേറെ ആരെങ്കിലും ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അനുരാജ് ഇത് അന്ന് തന്നെ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് ആസ് എ ഫ്രണ്ട് എനിക്കും വേണ്ടി ഇരുന്നതെന്ന് പറഞ്ഞാൽ അനുരാജ് എനിക്ക് ഞാൻ പേരം ചെയ്യുന്ന സമയത്ത് ജിതിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യല്ലേ, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ വേറെ ആളെ വെച്ച് ചെയ്തോ എന്നൊക്കെ പറയുന്ന ആളാണ് ഞാൻ. കാര്യം വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രഷറാണ് എൻ്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത്. അങ്ങനെ അനുരാജ് പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്താലോ, ഇങ്ങനെ ഒരു ഓപ്ഷൻ നോക്കിയാലോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ട്രെയിലറും ടീച്ചറും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അനുരാജിൻ്റെ പടം എന്ന് പറഞ്ഞാൽ എൻ്റെ പടം പോലെ തന്നെയാണ്. അതിനകത്ത് ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഷെയ്ൻ നിഗം ചെയ്തു, അത് ഗംഭീരമായിട്ട് ചെയ്തു. ആ സിനിമ ഇവിടെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമയായി. അത് എല്ലാം നല്ല സിനിമയും ചിലപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ അതുകൊണ്ടാണല്ലോ അനുരാജ് എനിക്ക് മറ്റൊരു സിനിമയുമായിട്ട് ഞങ്ങളിപ്പോൾ ഒന്നിക്കുന്നത്. അല്ല, ഈ സിനിമ ചെയ്തെടുക്കാൻ കുറച്ച് അധികം ടാസ്ക് ഉള്ള, അതായത് നടൻ എന്ന നിലക്ക് കുറച്ച് പ്രിപ്പറേഷൻസ്, പിന്നെ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും തൊട്ടടുത്ത് നിൽക്കുന്ന ആളെന്ന നിലക്ക് മാത്രമല്ല ടോവിയെ സമീപിക്കുന്നത്. ടോവിയിലെ നടനെ ഞാൻ പല തവണ പറഞ്ഞതാണ്, ഇതിൽ തന്നെ പറഞ്ഞു, നമ്മൾ ടോവി എന്നുള്ള നടനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സുഹൃത്തിനപ്പുറത്ത് ടോവി പല സിനിമകളും നമ്മൾ വിസ്മയിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ പയ്യന്നൂർ ശാന്തി തിയേറ്ററിലാണ് ഞാൻ മായാനദി സിനിമ കാണുന്നത്. പയ്യന്നൂർ ശാന്തി തിയേറ്ററിൽ നിന്ന് ശരിക്കും ബസ് സ്റ്റാൻഡിലേക്ക് പയ്യന്നൂരുള്ളവർക്കറിയാം, കുറേ നടക്കാൻ വിടാൻ 5-6 കിലോമീറ്റർ നടക്കാറുണ്ട്. ഞാൻ ആ ഫോൺ മുഴുവൻ നമ്മൾ സിനിമയെ കുറിച്ച് ചർച്ച ചെയ്ത് പെരുമ്പ പാലം കീറി നടന്ന് സ്റ്റാൻഡ് വരെ ഞാൻ ടോവിയോട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. നട്ടപ്പാതിരൊക്കെയാണ്. അപ്പം അത് നമ്മൾക്കുള്ളിലെ സ്നേഹത്തിൻ്റെ വലിപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ സിനിമ നമ്മൾ ആദ്യം ആലോചിക്കുന്ന സമയത്ത് ടോവി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലാദ്യമായി വന്നത്. അതിൻ്റെ ഉത്തരമാണ് 23-ാം തീയതി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത്. അത് ഞാനിവിടുന്ന് അല്ലെങ്കിൽ ടോവി ഇവിടുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടേണ്ട വളരെ എൻഗേജിങ് ആയിട്ടുള്ള, വളരെ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള, ഇമോഷണലി കണക്റ്റ് ആവുന്ന നൂലുള്ള സിനിമയാണത്. അത് ടോവി തന്നെയാണ് അത് ഏറ്റവും ബെസ്റ്റ്. പിന്നെ പ്രൊഡ്യൂസർമാരെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രൊഡ്യൂസർമാർക്ക് ഈ സിനിമ ചെയ്യാനായിട്ട് ഈ സിനിമയുടെ കഥയും ഇതിനകത്തുള്ള നമ്മളെല്ലാവരുടെയും ആത്മാർത്ഥയും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ടിപ്പുവും ഷിയാസ് കെ. ഇവർ രണ്ടുപേരും അവരുടെ ആദ്യത്തെ സിനിമയാണ്. അതുവരെ എനിക്കും തോന്നിയതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ അട്രാക്റ്റഡായി തോന്നിയത് കൊണ്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ടും തന്നെയായിരിക്കണം അവരുടെ ആദ്യത്തെ സിനിമയായിട്ട് ഈ സിനിമ തന്നെ ഇവർ തീരുമാനിക്കുന്നു. സിനിമ തുടങ്ങി പിന്നെന്താ വെച്ചാൽ അവർക്കും കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ അവരെ പറ്റിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ എന്താ പറയുക അവരെ വെച്ചൊരു സിനിമ ചെയ്ത് മുക്കിക്കളയാമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരാൾ പോലും ഈ സിനിമയുടെ ഒരു ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളത് അവരുടെയും ഭാഗ്യമാണ്. അപ്പോൾ ഒരു മ്യൂച്വലി ഞങ്ങൾ തമ്മിൽ അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര നല്ല അടുപ്പമുണ്ട്. അവരുടെ ആദ്യത്തെ സിനിമ അവർ ചെയ്യുന്നു, അത് അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ പ്രൊഡക്ഷൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നിട്ട് പക്ഷേ ഇതങ്ങനെ ആയില്ലല്ലോ എന്ന് പറയാനുള്ള ഒരു അവസരം പോലും ഇന്ത്യൻ സിനിമ കമ്പനി അവരുടെ ആദ്യത്തെ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കിയിട്ടുമില്ല. ഇപ്പോഴും ഈ ദിവസം ആണെങ്കിലും ദിവസേന ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അവരും ചോദിക്കുന്നത് ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, നമ്മളെ സിനിമ നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പ്രേക്ഷകർക്കാണ് എന്ന ഡിസ്കഷനിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ അത്രയും സാധാരണ നമുക്ക് എല്ലാ സിനിമയിലും ആരെങ്കിലും ഒരാളുണ്ടാവും ഒരു കോമൺ എനിമി, പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവരും തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. എപ്പോഴും ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലുണ്ടാവുന്ന കോൺഫ്ലിക്റ്റുകളാണെങ്കിൽ പോലും ഇവർ ഒരേ നാട്ടുകാരാണ്. പ്രൊഡ്യൂസർ ടിപ്പും അനുരാജും ഒരേ നാട്ടുകാരാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരാൾ പ്രൊഡ്യൂസറും ഒരാൾ ഡയറക്ടറാവുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ₹1 പോലും അനാവശ്യമായിട്ട് ചിലവാകരുത് എന്ന് അനുരാജ് ചിന്തിക്കുമ്പോൾ അനുരാജ് ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി പോലും താഴെ പോകരുത് സിനിമ എന്ന് ടിപ്പുവും മനസ്സിലാക്കി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഉണ്ടാവുന്ന അങ്ങനത്തെ ഒരു ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ സിനിമയിൽ ത്രൂഔട്ട് ഉണ്ടായിരുന്നു. സിനിമ എങ്ങനെയുള്ളൊരു സിനിമയായിരിക്കുമെന്ന് ആ ധാരണകൾക്കും അപ്പുറത്ത് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
അപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇനി നിങ്ങളാണ് മറ്റേ പറഞ്ഞ ആ വേർഡ് ഓഫ് മൗത്ത്. താങ്ക് യു സോ മച്ച്.